അപ്പോ ഫ്രസ്ട്രേഷൻ ശരിക്കും ആർക്കാണെന്ന് ഇവരെ മനസ്സിലാക്കിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ പിന്നെ ഇവരെ ഇമ്പ്രസ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മളൊരു സാധനം ഒരു തെറ്റ് ഇങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ബേസിക് ഗട്ട്സ്, ഞാൻ അത് ചെയ്തിട്ടില്ലടാ, നിനക്ക് പറ്റുമെങ്കിൽ അത് പ്രൂവ് ചെയ്യ് എന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് വേണം. മനസ്സിലായ? അപ്പൊ വീഡിയോ കണ്ടു അയ്യോ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം അങ്ങനെ ഒരു കാര്യം പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ നിങ്ങളെ അതുകൂടെ കാണിച്ചു തരാം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇന്ന് ഇവർ വരാനുള്ള കാരണം അതിനകത്ത് ഈ ഒരു സ്റ്റോറി, ഇത് എക്സ്പോസ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറിയാണ്. നമ്മൾ ഫുൾ റൈറ്റ് നോ എക്സ്പോസ് ആക്കിയാൽ they will find loopholes to counter it. So let's wait for MRC and Falcon's reply. And then we will expose everything slowly. Try saying it's fake in your life. You are going to get fucked. From hashtag അവരാതി. അതായത് അവന്മാർ ഒറ്റയടിക്ക് ഇത് മൊത്തവും കൂടെ വിടാതെ ഇത് എപ്പിസോഡായിട്ട് ഇരുന്ന് അവരാധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായോ? അതായത് അവർക്ക് ഇന്ന് ഫാൽക്കൺ പറയുന്ന റിപ്ലൈ അനുസരിച്ചിട്ട് വേണം അവർക്കിത് തീരുമാനിക്കാൻ. അതായത് ഇനി അടുത്ത ലൈവിൽ എന്ത് കാണിക്കണം, അടുത്ത ഇതൊന്ന് എന്താക്കണം എന്നുള്ളത്. മനസ്സിലായി? അപ്പൊ ഇന്ന് പുള്ളി വന്നിട്ട് ഞാനിത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, അവൻ അത്രയ്ക്ക് ഉറപ്പുള്ള അവൻ അത് ചെയ്യാത്ത കുറ്റമാണെങ്കിൽ നേരെ വന്നിട്ടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു ഞാനിത് ചെയ്തിട്ടില്ലെന്ന്. ഞാനൊരു കോൺഫിഡൻസ് ഇല്ല അവനെ അത് പറയാനായിട്ട്. പുള്ളി വന്നിട്ട് ആദ്യമേ പറഞ്ഞത് അയ്യോ ഞാനിത് ചെയ്തൊന്നും ഓർമ്മയില്ല, എനിക്ക് ഇത് ഓർമ്മയില്ല, ഞാനിത് ഓർക്കുന്നില്ല. എന്നിട്ട് ലൈക്ക് ഇതൊരു റിയൽ സ്ക്രീൻഷോട്ട് ആയിട്ടാ വന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ പുറകിൽ ഞാനാണെന്ന് അവിടെ സ്പാം ചെയ്യുന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ. ഞാനിന്ന് നമ്മുടെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവ് ഇടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനൊരു സ്റ്റോറിയും ഇങ്ങനൊരു സാധനവും വന്നത്. നമ്മൾ ലൈവിൽ കയറിയതിന് ശേഷമാണ് MRC ഫാൽക്കൺ കിക്ക്ഡ് ഫ്രം MRC എക്സ്പ്ലനേഷൻ ലൈവ് എന്ന് പറഞ്ഞു വന്നത്. ഇനി നാളെ മുല്ലപ്പെരിയാർ പൊട്ടിയാലും ഇറാനും അമേരിക്കയുടെ യുദ്ധമായാലും സ്പേസിൽ പോയ മറ്റേ ഇത് മൂണിൽ പോയ സാധനം തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും ഇതെല്ലാം എന്റെ തലയില. അങ്ങനെ പറഞ്ഞല്ല, ഇത് ഞാൻ എന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് ഫാൽക്കണെ എക്സ്പോസ് ചെയ്തത്. പറഞ്ഞ് ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. എനിവേ വിടാ, നമുക്ക് നമ്മുടെ ഇതിന്റെ ഡിസിഷൻ അവര് പേഴ്സണലി എടുത്തോളും. അത് കിരൺ ബ്രോയും അവരും ചേർന്ന് എടുത്തോളും. ബാക്കി അവന്റെ ഇന്നസെൻസും ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടത് അവനാണ്. അത് ഫുൾ ഇത് വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാനുള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു സാധനം നമ്മൾ പറഞ്ഞില്ല, ഇത് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം രാജുഭായ് പറഞ്ഞ ഒരു രാജുഭായ് പറഞ്ഞ സ്രാങ്കിന്റെ ഒരു POV ചന്ദ്രന്റെ കയ്യിൽ ഒരു 1.5 മണിക്കൂർ POV ഉണ്ട്. അതവന്മാർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്കത് കാണിക്കേണ്ട വന്നാൽ നമ്മൾ കാണിക്കും. എന്റെ കയ്യിലല്ല കഴിച്ചത്, ചന്ദ്രന്റെ കയ്യിലാണ്. ചന്ദ്രനിലുള്ള സാം 2255 ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ നമ്മള് കംപ്ലീറ്റ്ലി ഇത് റീസെറ്റ് ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങളായിട്ട് ഡിസിഷൻ, നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ പോകണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സിറ്റിയിൽ വാറടിച്ചു, തീർത്തു. ഇനി അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പറയുവാണ്. ഞാനിത് മൾട്ടിപ്പിൾ ടൈംസ് പറയുന്നുണ്ട്, എന്നാലും പറയുക, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇഷ്യൂസ് ട്രിഗർ ആവുന്നത് എന്തുകൊണ്ടാണ്. ഞങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞത് എന്തുകൊണ്ടാണ് MRC ആയിട്ടൊരു ഫ്രണ്ട്ലി ഇത് വേണ്ട എന്ന് പറയാനുള്ള കാരണം, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. പുതിയ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പാസ്റ്റ് ആയിട്ട് തോന്നുമായിരിക്കും. നമുക്ക് ഈ പാസ്റ്റ് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് എൻകറേജ് ചെയ്യാതിരുന്നതും എന്റർടൈൻ ചെയ്യാതിരുന്നതും. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ ഹേറ്റേഴ്സ് ആയി, ഞങ്ങൾ ടോക്സിക് ആയി, ഞങ്ങൾ ഇതായി എന്നുള്ള കാര്യത്തിലൊക്കെ പോയിട്ട് ബോട്ട് വ്യൂസ് ഒന്നും. എടാ മോനെ, ഇത് യൂട്യൂബ് അല്ല.
ഇത് യൂട്യൂബ് അല്ല ഇത് യൂട്യൂബ് അല്ല. നീ ബോട്ട് വ്യൂസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ബോട്ട് വ്യൂസ് ഒന്നും എൻകറേജ് ചെയ്യത്തില്ല. ഇവിടെ ബോട്ട് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവന്മാരെന്നെ എടുത്ത് വെച്ച് കിണ്ടും എപ്പോഴേ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ടോപ്പിക് നമ്മളോട് വിട്ടു. നമ്മൾ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് മറ്റന്നാൾ അടുത്ത ദിവസം വരും. 9, 10, 11 ലൈവ് ഉണ്ടാവില്ല. അല്ല 8, 9, 10 ഈ 3 ദിവസം ലൈവ് ഉണ്ടാവില്ല. 11-ാം തീയതി ലൈവ് വരാം. അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിനിങ്. ഞങ്ങൾ വൈറ്റ് റോൾസ് ഉണ്ടോ? നീലിന്റെ ഒരു ക്ലിപ്പ് കൂടെ കാണിക്കാം. സ്ക്രീൻ ഷെയർ എല്ലാരും കറക്റ്റ് ന്യായം പറയുന്നിരിക്കുന്ന അർത്ഥം കയറിപ്പോയി 3 ടാപ്പ് 250 പിങ്ങണ്ടായിട്ടും തോറ്റില്ലേ? ഞാനും എന്റെ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിലെല്ലാരും ഉണ്ട് കേട്ടോ. പിന്നെ പക്ഷെ ഇങ്ങനെ ക്ലിപ്പ് കാണുമ്പോൾ രസമില്ലല്ലോ. ഈ GTA അടി റോ ആയിട്ട് കാണുന്നത് തന്നെ കുറച്ച് നല്ലത്. ഇങ്ങനെ ട്രാൻസിഷൻ ആക്കുമ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ. ഇനി റോ ആയിട്ട് കാണാം. അതെ. അപ്പൊ കേസ് അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് നിർത്തുക. ഞാൻ ഇറങ്ങാൻ പോവാ, നാട്ടിലോട്ട് പോവാ. ഇനി രാത്രി ഓടിച്ച് അവിടെ വരെ എത്തണം. ഫുഡ് കഴിച്ചിട്ട് നേരെ പോകണം. അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിനിങ്. ബാക്കി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. അപ്പൊ അടുത്ത ദിവസം നമ്മളൊരു ഫ്രഷ് ആയിട്ടായിട്ട് തുടങ്ങുകയാണ്. ഇതൊന്നും ഡിസ്കസ് ചെയ്ത് ഇനി സമയം കളയാൻ വയ്യ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ജോക്കിയുടെ RP ഇനിയുള്ള സമയമില്ല ഗൈസ്. 12:22 ഇത്ര ലേറ്റ് ആവും ഞാൻ വിചാരിച്ചില്ല. 12:22 നാട്ടിലോട്ട് പോകണം ഗൈസ്. ഇവര് 2 വണ്ടിയിലായിട്ട് പോകണം. ഇവനും ഉള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ വണ്ടി എടുക്കണം. അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കണം. അപ്പൊ ഇനി കുറച്ചുകൂടെ നിന്നാൽ ഞാൻ ഉറങ്ങിപ്പോകും. അതാണ് പ്രശ്നം. നാട് വരെ എത്തണം. 3-4 മണിക്കൂർ ഇട്ടുണ്ട് ഇവിടെ എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ മറ്റന്നാൾ വരാം. മറ്റന്നാൾ തൊട്ട് നമുക്ക് കാണാം. ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ റൈഡിങ് കേസ് ഒക്കെ ഇട്ട് വരാം. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിനിങ്. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. 2 ദിവസം നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്ന എനിക്കറിയാം. ദയവ് തന്നെ വിളിച്ചും മെസ്സേജ് അയച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എന്നെ ദയവ് ചെയ്ത് അതെനിക്ക് പറയാനുള്ളൂ. ഇത് റാഷായി പോയിട്ട്. അപ്പൊ ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ ഇപ്പോഴേ പറയുവാണേ. അപ്പൊ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ ഗൈസ്. ഗുഡ് നൈറ്റ്. 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ചന്ദ്രന്റെ ചേട്ടന്റെ കല്യാണം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാം. ഒരു ബീറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ജോയിനിങ്. അപ്പോൾ ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. See you tomorrow. Bye bye. Tata.